ഹലോ ഗായ്സ്, ഡ്രോയിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം ചെറുതായിട്ട് സാറും. അപ്പോൾ നമ്മൾ ലെജൻഡ് വെച്ച് നമ്മുടെ വയനാട് ചുരം നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി ബസ് സിമുലേറ്ററിന് വീഡിയോ ഇട്ടിട്ട്. ഇത്രയും നാളും കേരള ബസ് സിമുലേറ്ററിൻ്റെ ആയിരുന്നു. രണ്ടോ മൂന്നോ വീഡിയോ കണ്ടതായിരുന്നിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട്. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം പരീക്ഷ വരുവാണ്. അടുത്ത തിങ്കളാഴ്ച തൊട്ട് പരീക്ഷ തുടങ്ങും. അപ്പം അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ലായിരിക്കും ചിലപ്പോഴാണ്, ചിലപ്പോൾ ഇടും, സമയം കിട്ടിയെങ്കിൽ ഇടും. അപ്പം നമ്മൾ പുതിയ ലെജൻഡ് വണ്ടി ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പം ഞാൻ അങ്ങനെ വെറുതെ വണ്ടികൾ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ഒരു ബോഡി, അതായത് ബോഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ കിട്ടിയതാണ്. ബോഡി കിടക്കുന്നുണ്ടായിരുന്നു വെറുതെ, ഒരു സ്റ്റിക്കർ ഇതൊന്നുമില്ലാതെ. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഇതിൻ്റെ സ്റ്റിക്കർ നോക്കിയപ്പോൾ അത് ആക്കുന്നുണ്ട്. അപ്പം ആക്കിയതാണ്. ഇവിടുന്ന് ഏകദേശം കുറച്ചും കൂടെ ഉണ്ട് വയനാട് ചുരം പോലത്തെ ആ സ്ഥലം വരെ എത്താൻ. അപ്പം ഞാനിത് ഫുള്ള് പറയുന്നില്ല. ഞാൻ ഇടയ്ക്കെന്ന് വെച്ചാൽ വണ്ടീൻ്റെ സൗണ്ട് മാത്രമാണ് ആക്കുന്നുള്ളൂ. അപ്പം ഞാൻ പറയാം വണ്ടീൻ്റെ സൗണ്ട് ആകുമ്പോൾ. ഇനി കുറച്ചും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് 100 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പം ഇനി ബസ്സിൻ്റെ സൗണ്ട് ആയിരിക്കും.
അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ടാണ്. ഇനി അതിൻ്റെ ഈ മുന്നിലത്തെ ഭാഗവും പുറകിലത്തെ ഭാഗവും ലൈറ്റിൻ്റെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് നമ്മുടെ ലെജൻഡ് മഞ്ഞ കളറിലുള്ള ലെജൻഡാണ് എടുത്താകുന്നത്. സാധാ ലെജൻഡ് ആക്കണം നിങ്ങൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഭാഗം മുഴുവൻ്റെ കാണിച്ചു തരാം. ഇതിൻ്റെ മുന്നേ ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ലൈറ്റൊക്കെ മുന്നിക്കെത്തും. ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. പുറകിൽ നോക്കിയാൽ ഇങ്ങനെയാണ് ഗൈസ്. പുറകിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇത്രയുള്ള ബസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ നേടും വരെ എല്ലാവർക്കും ബൈ ബൈ.